മാസപ്പടി വിവാദം കത്തി നിൽക്കുകയാണ്. അങ്ങനെ അതിനകത്ത് മുഖ്യമന്ത്രിയുടെ മകള് വീണ വിജയന് 1,72,00,000 രൂപ അത് CMRL കൊടുത്തു എന്നുള്ളതാണ് മേജർ ആരോപണം. അതിൻ്റെ നിയമവ്യവസ്ഥകൾ എല്ലാം പല സന്ദർഭത്തിൽ നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആറ്റോമിക് മിനറൽസ് ഉള്ള കേരളത്തിലെ തീരദേശങ്ങളിൽ അവിടുന്ന് ഖനനം ചെയ്യുന്നത് 2019 അത് സെൻട്രൽ ഗവൺമെൻറ് നിരോധിച്ചു. ഫെബ്രുവരി 20, 2019 ആറ്റോമിക് മിനറൽസിൻ്റെ ഖനനം സെൻട്രൽ ഗവൺമെൻറ് നിരോധിച്ചത്. പക്ഷേ ഇവിടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കെയർ ഓഫിലും ഗവൺമെൻറ്റിൻ്റെ കെയർ ഓഫിലും നിർബാധം 2019 മുതൽ നിരോധിച്ച ശേഷവും 5 വർഷവും ഖനനം നടക്കുകയാണ്. മാസപ്പടി വിവാദം പ്രശ്നം വന്ന ശേഷമാണ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന മാസപ്പടി അത് സ്റ്റോപ്പ് ചെയ്തത്, പിന്നെ കൊടുക്കാതെയായത്. പക്ഷെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും അബണ്ടൻ്റായ ചില പദാർത്ഥങ്ങൾ കേരളത്തിലെ മിനറൽസിലുണ്ട്. അതിനകത്ത് ആറ്റോമിക് കണ്ടൻസ് ഉണ്ട്. അതുകൊണ്ടാണ് സെൻട്രൽ ഗവൺമെൻറ് അത് നിരോധിച്ചത്. ലോകത്തിലെ പല രാജ്യങ്ങൾക്കും അണുശക്തി ഉത്പാദിപ്പിക്കാൻ, അണുശക്തി രാഷ്ട്രങ്ങളായി മാറാനായിട്ട് പല രാഷ്ട്രങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 4-5 രാഷ്ട്രങ്ങൾക്ക് മാത്രമേ അണുബോംബ് പൊട്ടിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. പലരും അതിൻ്റെ പിന്നാലെയാണ്. 100 കണക്കിന് രാഷ്ട്രക്കാർ, രാഷ്ട്രം തലവന്മാരും അവിടുത്തെ സയൻറ്റിസ്റ്റുകളും ഈ ആറ്റോമിക് മിനറൽസിൻ്റെ ചില പദാർത്ഥങ്ങൾ ലഭിക്കാനായിട്ട് പല പല വേഷങ്ങളിലും പല പല രാജ്യങ്ങളിൽ സഞ്ചരിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിലെ അബണ്ടൻ്റായ ഈ ആറ്റോമിക് മിനറൽസ് കേരളത്തിലാണ് കൂടുതലുള്ളത്. റേഡിയോ ആക്റ്റീവായ ചില സബ്സ്റ്റൻസ് ഇതിനകത്തുണ്ട്. അത് മനസ്സിലാക്കിയതോടുകൂടിയാണ് സെൻട്രൽ ഗവൺമെൻറ് ഇത് പ്രൈവറ്റ് പാർട്ടികൾ ചെയ്യാൻ പാടില്ല, ആ ഖനനം നിരോധിച്ചുകൊണ്ട് 2019 ഓർഡർ എടുക്കാൻ കാരണം. റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് കേരളത്തിലെ തീരത്തുനിന്ന് തോട്ടപ്പള്ളി, കുണ്ട്ര, അങ്ങനെ ആലപ്പുഴ ആ തീരങ്ങളിൽ എടുക്കുന്ന കരിമണലിനകത്ത് ആറ്റോമിക് റേഡിയോ ആക്റ്റീവായ മിനറൽസ് ഉണ്ട്. സിർക്കോണ് അക്കൂട്ടത്തിലുണ്ട്. റൂട്ടൈൽ, നമുക്ക് CMRL അറിയാം, അവർ അതിൽ നിന്ന് റൂട്ടൈൽ മാത്രമാണ് വേർതിരിച്ചെടുത്ത് പുറം രാജ്യങ്ങളിൽ വിൽക്കുന്നത്. വളരെയധികം വിലയുള്ള സാധനമാണ് റൂട്ടൈൽ. സിർക്കോണും അതുപോലെ തന്നെ ഗാർനറ്റ് ഉണ്ട്, ഇൽമേനൈറ്റ് ഉണ്ട്, യുറേനിയം ഉണ്ട്, തോറിയം ഉണ്ട്. ഇതൊക്കെ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ആണ്. ആ കൂടെ ടൈറ്റാനിയം നമ്മൾ ഈ മണലിൽ നിന്ന് എടുക്കുന്നുണ്ട്. ടൈറ്റാനിയം നമുക്കറിയാം, വെളിയിലെ ടൈറ്റാനിയം ലിമിറ്റഡ് അവിടെ ടൈറ്റാനിയം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് ഈ മിനറൽസിൽ നിന്നാണ്. അത് ഇവിടെയുള്ള വേളി, ശംഖുമുഖം, ഈ കടലോരത്തുള്ള അതിലും ഈ ടൈറ്റാനിയം ഉണ്ട്. അത് ഇവിടെയുള്ള മണലുകളും അത് ഉപയോഗിക്കുന്നുണ്ട്. അതോടൊപ്പം റേഡിയോ ആക്റ്റീവായ റൂട്ടൈൽ അത് റേഡിയോ ആക്റ്റീവാണ്. അത് CMRL അവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അവിടെയാണ് കോടിക്കണക്കിന് രൂപയുടെ വരുമാനം അവർക്ക് വരുന്നത്. ആ ഉൽപ്പാദനം നിർത്താതിരിക്കാനും അത് പൊതുമേഖലയിൽ തന്നെ ഉപയോഗിക്കാനും അത് അങ്ങനെ ചില നീക്കങ്ങളൊക്കെ നടന്നപ്പം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഈ 2019 നിരോധനം ഉണ്ടായിട്ടും ഇപ്പോഴും നിർബാധം അവിടുന്ന് മണൽ കടത്തിക്കൊണ്ട് പോവുകയാണ്. കുണ്ട്ര മിനറൽസും അതിൻ്റെ ചില ഭാഗങ്ങളാണ്. ഇവിടെയൊക്കെ ഇരിക്കുന്ന താപ്പാനങ്ങളായ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ കോടിക്കണക്കിന് പണങ്ങളുമായിട്ടാണ് അവിടുന്ന് വലിയുന്നത്. ഈ ഒരു മേഖലയെപ്പറ്റി പൊതുജനങ്ങൾക്ക് വലിയ വിവരമില്ല. ടൈറ്റാനിയം ഡയോക്സൈഡ് കൂടെ ഉണ്ടാക്കുന്നുണ്ടെന്ന് നമുക്കറിയാം മണലിൽ നിന്ന്. അത് ആറ്റോമിക് മിനറൽസ് ആണ് എന്നറിയാം നമുക്ക്. പക്ഷെ റേഡിയോ ആക്റ്റീവായിട്ടുള്ള സാധനങ്ങളുണ്ട് ഇതിൽ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും തോന്നുന്നില്ല പൊതുജനങ്ങൾ. സിർക്കോണുണ്ട്, റൂട്ടൈലുണ്ട്, ഗാർനറ്റുണ്ട്, ഇൽമനൈറ്റ് ഉണ്ട്, യുറേനിയം, തോറിയം ഒക്കെ അവിടെ ലഭിക്കുന്നുണ്ട്. നമുക്കറിയാം അണുബോംബ് ഉണ്ടാക്കുന്നതിന് ഏറ്റവും അത്യാവശ്യമായ പദാർത്ഥങ്ങളാണ് യുറേനിയം, തോറിയവും.
കേരളത്തിലെ ഭാഗ്യം കൊണ്ടോ നമുക്ക് ഒരു ആറ്റോമിക് റിയാക്ടർ ഇവിടെ ഇല്ല. ആറ്റോമിക് റിയാക്ടർ ഹൈലി റിസ്ക്കിയാണ്. അത് ജപ്പാനിലെ അവിടുത്തെ പല ആറ്റോമിക് റിയാക്ടറുകളിലും അവിടുത്തെ ഭൂകമ്പം ഉണ്ടാകുമ്പോൾ അത് ഇന്ന് സംരക്ഷണം ലഭിക്കുന്ന രീതിയിൽ ഉണ്ടായെങ്കിലും കഴിഞ്ഞ ഒരു പ്രാവശ്യം ഒരു റിയാക്ടറിൻ്റെ ചില ഭാഗങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞ് കടലിലേക്ക് പോയി. ആറ്റോമിക് റിയാക്ടർ ആയിരുന്നു അത്. അങ്ങനെ അപകടം ലോകത്തിന് വരുത്തി വെക്കാനും സാധ്യതയുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ അടുത്ത് തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലാണ് കൂടംകുളം റിയാക്ടർ, ആറ്റോമിക് റിയാക്ടറാണത്. അവിടെ സമരങ്ങളും സത്യാഗ്രഹങ്ങളും ഒക്കെ ഒത്തിരി നടന്ന് നമ്മൾ കണ്ടു. പക്ഷേ ഇന്ത്യയുടെ എനർജി അത് നമുക്ക് അതുപോലെയുള്ള ആറ്റോമിക് റിയാക്ടർ ഉണ്ടെങ്കിലേ നമുക്ക് കൂടുതൽ കറണ്ട് ഉൽപ്പാദിപ്പിക്കാനും കഴിയുള്ളൂ. എനർജിയുടെ കാര്യത്തിൽ നമ്മൾക്ക് ഈ രീതിയിലുള്ള കൂടംകുളം പോലുള്ള ആറ്റോമിക് റിയാക്ടർ അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ നമ്മുടെ കടൽത്തീരത്തുള്ള ഈ ആറ്റോമിക് അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് വളരെ വിലപ്പെട്ടതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. അതോടൊപ്പം തന്നെ ലോകരാഷ്ട്രങ്ങളിൽ പലരും ഇത് കടത്തിക്കൊണ്ട് പോകുന്നുണ്ടോ എന്നറിയില്ല. റൂട്ടയിൽ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. റൂട്ടയിലിനകത്ത് റേഡിയോ ആക്റ്റീവ് എത്രമാത്രം ഉണ്ട്, മിനറൽസ് എത്രമാത്രം ഉണ്ട്, അതിനകത്ത് റൂട്ടയിലിൻ്റെ ഒപ്പം സിർക്കോണും ഇൽമനൈറ്റും ഗാർനറ്റും ഒക്കെ കടന്നു പോകുന്നുണ്ട്. യുറേനിയവും തോറിയും ഒക്കെ ആ കൂടെ ഉണ്ടാകാം. നമ്മൾക്കിവിടെ ക്ലേ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ചില പദാർത്ഥങ്ങൾ വളരെ വില കുറഞ്ഞത് നമ്മുടെ നാട്ടിലെ ചില ഫാക്ടറികൾ മാത്രമാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇവിടുന്ന് ഉൽപ്പാദിപ്പിക്കുന്നത്. അതേ സമയത്ത് ഈ ഇൽമനൈറ്റ് അല്ലെങ്കിൽ ഈ മിനറൽസിനകത്ത് ഗോൾഡിൻ്റെ കണ്ടൻസ് ഉണ്ടാവാം. അതുപോലെ അങ്ങനെ വിലപ്പെട്ട പല ബെറിലിയം ഉണ്ടാകാം, ലിത്തിയം ഉണ്ടാകാം, ന്യൂക്കോബിയം ഉണ്ടാകാം, ഇതൊക്കെ ഉണ്ടാകാം. പക്ഷെ അതൊന്നും ആരും നോക്കിയിട്ടില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് അതേപ്പറ്റി വലിയ വിവരവും ഇല്ല. ഇവിടെയുള്ള ചില താപ്പാനകൾ ഇങ്ങനെയുള്ള ചില സാധനങ്ങൾ ഇവിടുന്ന് കടത്തി വിദേശത്തേക്ക് കടത്തി അവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ ഇതിൻ്റെ ഫർദറായിട്ടുള്ള പ്രോഡക്റ്റുകൾ എന്ന് നമുക്കറിയില്ല. ഏതായാലും വളരെ വിശദമായ ഒരു അന്വേഷണം ഈ കാര്യത്തിൽ ഉണ്ടാകണം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ. കാരണം 2019 മുതൽ ഇത് നിരോധിച്ചതാണ് ഇന്ത്യയിലെ. പ്രൈവറ്റ് ആൾക്കാരും ഇങ്ങനെയുള്ള ആറ്റോമിക് കണ്ടൻസ് ഉള്ള അല്ല ആറ്റോമിക് മിനറൽസോ റേഡിയോ ആക്റ്റീവ് മിനറൽസോ ഇവിടെ നിന്ന് കോരാനും അല്ലെങ്കിൽ ഇവിടെ നിന്ന് കളക്ട് ചെയ്യാനും അതിൻ്റെ പ്രോഡക്റ്റ് ഇവിടെ ഉണ്ടാക്കി അതിൻ്റെ റയറായിട്ടുള്ള ചില സാധനങ്ങൾ വെളിയിലേക്ക് അയക്കാനും റൂട്ടയിൽ പോലെയൊക്കെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപ്പറ്റി ഒരു ശാസ്ത്രീയമായ പഠനങ്ങൾ ലോകത്തിൽ ഏതെല്ലാം പ്രോഡക്റ്റ് നമ്മുടെ ഈ കടലിൻ്റെ തീരത്തു നിന്നുണ്ടാകുന്ന മണലിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അത് കരക്കടിയും മല പോലെ അല്ലെങ്കിൽ കുന്നുപോലെ ഉണ്ടായി പിന്നെ അടുത്ത കടൽ വരുമ്പോൾ തിരിച്ച് കടലിലേക്ക് പോകുന്നതൊക്കെയാണ് നമുക്കറിയുള്ളൂ. പക്ഷെ ഈ വിലപ്പെട്ട ധാതുക്കൾ ലോകത്തിലെ ഒരു രാഷ്ട്രങ്ങളുടെ തീരത്തുള്ള കടലിൽ ലഭ്യമല്ല എന്നുള്ളതാണ്. നമ്മുടെ ഇവിടെ മാത്രമാണ് അത്. എങ്ങനെ ഉണ്ടാകുന്നു എന്നറിയില്ല. ഏറ്റവും കൂടുതൽ ഈ മിനറൽസ് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസും ഒക്കെ നമ്മുടെ ഈ മണലിൽ നിന്നാണ്. അതുകൊണ്ട് ഇതിൽ നിന്ന് ഊറ്റിയെടുക്കുന്ന പണം കോടാനുകോടികളാണ് എന്ന് മാത്യു കുഴൽനാടൻ ഇപ്പം പറയുന്നുണ്ട്. ആയിരിക്കാം. അതിൻ്റെ റൂട്ടുകളെ പറ്റി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത് എല്ലാ രാഷ്ട്രീയക്കാരും ഇതിനകത്തുനിന്ന് പണം കൊയ്തിട്ടുണ്ട്, പണം കൊയ്തുകൊണ്ടിരിക്കുന്നു. അവർക്കൊന്നും ഇതിൻ്റെ വില അറിഞ്ഞുകൂടാ, ഇതിൻ്റെ റൂട്ട് അറിഞ്ഞുകൂടാ. ഇങ്ങനെയുള്ള ചില കമ്പനിക്കാർ ചില സയൻറ്റിസ്റ്റുകളും കൊടുക്കുന്ന പണം വാങ്ങിച്ച് പോക്കറ്റ് ഇട്ടുകൊണ്ട് പോകുന്നത് മാത്രമേ നമുക്കറിയൂ. നമ്മുടെ രാഷ്ട്രത്തിനും നമ്മുടെ പൊതുജനങ്ങൾക്കും ഉണ്ടാകുന്ന നഷ്ടത്തെപ്പറ്റിയൊന്നും ആരും ബോധവന്മാരല്ല. എങ്ങനെയാണ് ആ നഷ്ടം വരുന്നത്? കുറച്ച് മണൽ എടുത്തിക്കൊണ്ട് പോയാൽ എന്താ ഇവിടെ പ്രശ്നം എന്നൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ഇതിൻ്റെ കണ്ടൻസ് ഇതിനകത്ത് റൂട്ടയിൽ മാത്രമല്ല, ഇതിനകത്ത് റേഡിയോ ആക്റ്റീവ് മിനറൽസ് ധാരാളം കടത്തിക്കൊണ്ട് ഇവിടുന്ന് പോകുന്നുണ്ട്. അതുകൊണ്ട് ഒരു ശാസ്ത്രീയമായ ഒരു കമ്മീഷനെ വെച്ച് ഇതേപ്പറ്റി അന്വേഷിക്കണം. ഇതിൻ്റെ പ്രോഡക്റ്റ് ഇന്ത്യക്ക് എത്രമാത്രം ഉപകാരപ്പെടുന്നതാണെന്ന് കണ്ടെത്തണം നമ്മൾ. അത് വിദേശ രാജ്യങ്ങളിലെ ഇതിൻ്റെ സാധനങ്ങൾ കടത്തിക്കൊണ്ടുപോയി അവർ ഏതൊക്കെ പ്രോഡക്റ്റുകളാണ് അവിടെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടെത്തണം. വളരെ വിശദമായ ഒരു അന്വേഷണം ഈ കാര്യത്തിലെ ഒരു പറ്റം ശാസ്ത്രജ്ഞന്മാരെ നിയോഗിച്ച് കണ്ടെത്തണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം.